പ്രണയത്തിൻ്റെ മറവിൽ നിർബന്ധിതമായിട്ട് ആ കുട്ടിയെ മതപരിവർത്തനം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അത് നടത്തുന്നത് ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ പെൺകുട്ടി ഒരു പ്രണയബന്ധത്തിലായിരുന്ന റമീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മാത്രമല്ല. അതാണ് അവിടെ ഒരു സംഘടിത സ്വഭാവം നാം തീർച്ചയായിട്ടും പറയേണ്ടി വരുന്നത്. ഒന്ന്, ആ പെൺകുട്ടി പ്രണയത്തിലായിരുന്ന റമീസിൻ്റെ ഉമ്മയുടെ വീട്ടുകാർ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തു എന്ന് പെൺകുട്ടിയുടെ റിലേറ്റീവ്സ് തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ആ പെൺകുട്ടി പ്രണയത്തിലായിരുന്ന റമീസിൻ്റെ അപ്പൻ്റെ വീട്ടുകാർ അവരിൽ പലരും ഈ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുവാൻ ഈ സോനയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി എന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന റമീസിൻ്റെ കൂട്ടുകാർ ഈ പൊന്നാനിയിൽ കൊണ്ടുപോയിട്ട് ഈ പെൺകുട്ടിയെ മതപരിവർത്തനം നടത്തുവാനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു, അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നു എന്ന് കൃത്യമായിട്ട് തന്നെ ഈ സോന എൽദോസിൻ്റെ ബന്ധുക്കൾ പോലീസിലും അല്ലെങ്കിൽ ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഒരു ചോദ്യം ഇതാണ്, ഇവിടെ എവിടെയാണ് ഈ പ്രണയം ഇരിക്കുന്നത്? റമീസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ആ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടത് തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു. ആ പെൺകുട്ടിയെ ചതിയിൽ വീഴ്ത്തുക, ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുക, ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ ക്ലൈമാക്സ് പോയിന്റിൽ ഒരു മതപരിവർത്തനത്തിലേക്ക് ആ പെൺകുട്ടിയെ നയിക്കുക എന്നത് വളരെ വ്യക്തമാണ്. ഈ ഒരു കേസിൽ വളരെ കൃത്യമാണ്. ഈ പറയുന്ന റമീസിൻ്റെയും റമീസിൻ്റെ വീട്ടുകാരുടെയും റമീസിന് ഒപ്പം നിന്നവരുടെയും ലക്ഷ്യം വളരെ വ്യക്തമാണ്.